എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അഴിമതിയുടെ ഉറവിടം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. PSCയുടെ വിശ്വാസ്യത കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമല്ല, മറിച്ച് CPMന്റെ കുറേ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം മാത്രമാണ് അത് എന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളെ മുതൽ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് PSCയുടെ വിശ്വാസ്യത ഓരോ ദിവസം കഴിയുന്നവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ അവർക്ക് എങ്ങനെയാണ് നിയമനം കിട്ടുന്നത് എന്നും ഈ സന്ദർഭത്തിൽ വാർത്തയായിട്ടുള്ളതാണ്. അതുകൊണ്ട് PSC അംഗങ്ങളുടെ നിയമനത്തിന്റെ കാര്യത്തിൽ, PSC നടത്തുന്ന പരീക്ഷയുടെ കാര്യത്തിൽ, അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ, ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ നടക്കുന്ന നിയമനത്തെ സംബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞ കുറേ കാലമായി വ്യാപകമായിട്ടുള്ള പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നൊരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ തകർത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PSC അംഗത്വത്തിന് നിയമിക്കാൻ വേണ്ടി CPMന്റെ നേതാക്കന്മാർ കോഴ വാങ്ങിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ആ അവകാശമാണ് CPM നിഷേധിക്കുന്നത്. ഇപ്പൊ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹത്തെ CPM പുറത്താക്കിയിരിക്കുന്നു. എന്തിനാണ് പുറത്താക്കിയത് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. CPMന്റെ വിശദീകരണ കുറിപ്പിലുള്ളത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അയാളെ പുറത്താക്കി എന്നുള്ളതാണ്. എന്താണ് പാർട്ടിക്ക് അവമതിപ്പുണ്ടായത്? ആ കാര്യം കൂടി ജനങ്ങളോട് പറയണ്ടേ? മിനിമം CPM പ്രവർത്തകന്മാരോടെങ്കിലും പറയണ്ടേ? എന്തിനാണ് നിങ്ങളൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ, CIQവിന്റെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ എന്തിന്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത CPMനില്ലേ?